ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? സുഖമില്ലേ എല്ലാവർക്കും? അപ്പോൾ ഇനി വരുന്ന എക്സാമിന് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് നല്ലൊരു രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു ജോലി അത്യാവശ്യമല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളല്ലാണ്ട് വേറെ ആരെങ്കിലും പഠിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ തന്നെ വേണ്ടേ അതിന് മുന്നിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്? അപ്പോൾ ആ ഒരു ജോലി നേടാൻ വേണ്ടിയിട്ടുള്ള 5 ടിപ്പാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 5 ടിപ്പിൽ ഒന്നാമത്തത് കൺസിസ്റ്റൻസിയാണ്. ജോലി എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ, ഇപ്പോൾ പലർക്കും ആവശ്യത്തേക്കാൾ ഉപരി അത്യാവശ്യമായിട്ടിരിക്കുകയാണ് ഈ ജോലി എന്ന് പറയുന്ന സംഭവം അല്ലേ? അപ്പം അതിനാദ്യം വേണ്ടത് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അതില്ലാണ്ട് ഒരു കാര്യവും നമുക്ക് നേടാൻ കഴിയില്ല. അതിപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഏത് കാര്യത്തിലായിക്കോട്ടെ. ഇപ്പോൾ ഒരു സ്പോർട്സ് ഐറ്റത്തിൽ തന്നെ നിങ്ങൾ പങ്കെടുക്കുമെന്ന് വിചാരിക്കുക. അപ്പം അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാണ്ട് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് പങ്കെടുത്താൽ നിങ്ങൾക്കത് വിജയിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പി എസ് സിയുടെ കാര്യവും. ഇറങ്ങി തിരിച്ചാൽ നേടിയെടുക്കുന്നത് വരെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. ഒരു 1-2 ദിവസം പഠിച്ചുകൊണ്ട് മാത്രം ജോലി കിട്ടാനൊന്നും പോകുന്നില്ല. എപ്പോഴാണോ നമുക്ക് എക്സാം, അതിൻ്റെ തലേ ദിവസം വരെ നമ്മൾ നന്നായിട്ട് നോക്കണം. അപ്പം അങ്ങനെ കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ടൈമിലാണ് കേട്ടോ തയ്യാറാക്കേണ്ടത്. ടൈം ടേബിൾ ഉണ്ടാക്കുമ്പം മറ്റുള്ളവരുടേത് നോക്കിയിട്ട് നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ സിറ്റുവേഷൻ ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക. ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്നവരാണെങ്കിലും അവർക്ക് ചില ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. ഇന്ന സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. അതായത് ഒരു ചെറിയ കുഞ്ഞുള്ള അമ്മയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും രാത്രി 1 മണി 2 മണി വരെ ഇരുന്നിട്ടൊന്നും പഠിക്കൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം വിവാഹമൊന്നും കഴിയാതിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർക്ക് എത്ര ടൈം വേണമെങ്കിലും ഇരുന്ന് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനോ പ്രത്യേകിച്ചൊരു ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ. അതുപോലെയല്ല നമ്മുടെ അമ്മമാരുടെ കാര്യം എന്ന് പറയുന്നത്. അമ്മമാരുടെ കാര്യം ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഓരോരുത്തർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അതായത് പഠിക്കാൻ വേണ്ടി പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ചില ആൾക്കാർ വെളുപ്പിനേ എഴുന്നേറ്റ് പഠിക്കുന്നവരായിരിക്കും. എന്നാൽ ചില ആൾക്കാർക്ക് അതൊട്ടും ആവില്ല. ചിലപ്പോൾ തലവേദനയും കാര്യങ്ങളൊക്കെ, അതായത് കറക്റ്റ് ഉറക്കമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അതിനനുസരിച്ചിട്ടുള്ള ടൈം നോക്കിയിട്ട് പഠിക്കുക. പിന്നെ ഈ ടൈം ടേബിൾ വെറുതെ തയ്യാറാക്കി വെച്ചാൽ മാത്രം പോരാ കേട്ടോ. അത് സ്ഥിരമായിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകും വേണം. ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്താലും ചിലപ്പോൾ പഠനത്തിൽ സ്ഥിരത കിട്ടാത്തത് നമ്മളെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, ഞാനിപ്പം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരുന്നുണ്ട്, പക്ഷേ എന്താണ് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ചില സമയത്ത് ബ്രേക്ക് വരുന്നു, അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഈ പഠനം മാത്രമല്ലല്ലോ ഉള്ളത്. മാനസികമായിട്ടും നമ്മൾ എന്താ പറയുക, ചുറ്റുപാടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നതാണെങ്കിൽ അതും നമ്മുടെ ഈ പഠനത്തിന് നല്ലോണം ബാധിക്കുമല്ലോ. അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വീട്ടിലെ പ്രശ്നമായിക്കോട്ടെ, എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആയിക്കോട്ടെ. അപ്പോൾ അതൊക്കെ നമ്മൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാക്കും. അപ്പം അത് അങ്ങനെ തുടർന്നുകൊണ്ട് പോകുമ്പം നമ്മുടെ പഠനത്തെയോ നല്ലോണം ബാധിക്കുക ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്ത് വന്നാലും ഞാൻ പഠിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് പഠിക്കും. അതിപ്പോൾ എനിക്കെന്തൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാലും കൂടി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി എന്താ പറയുക എഫേർട്ട് എടുത്തിട്ട് തന്നെ പഠിക്കും എന്നൊരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയാണെങ്കിലും പ്ലസ് ടുവിലെ പരീക്ഷയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ഉള്ളത്. അപ്പം അത് എത്ര നമുക്ക് വയ്യായ്മ വന്നു കഴിഞ്ഞാലും നമ്മൾ ആ എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്യില്ലേ, നമുക്ക് എത്ര സുഖമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്താ പറയുക എത്ര കഷ്ടപ്പെട്ടിട്ടായാലും കുറച്ച് സമയമെങ്കിലും ഒന്ന് ബുക്ക് എടുത്തിട്ട് വായിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കൂലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് PSCയെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ലൈഫേ മാറി. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി നിങ്ങൾ പഠിക്കാനിരിക്കുക. അപ്പോൾ എന്ത് വന്നാലും ഞാൻ പഠിക്കുക ചെയ്യും എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ അങ്ങ് ഉറച്ചു നിന്നാൽ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മുടെ പഠനത്തെ മാറ്റി വെക്കില്ല കേട്ടോ. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുള്ള കാര്യം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫും ജോലി കിട്ടിയതിന് ശേഷമുള്ള നമ്മുടെ ലൈഫും ഒന്ന് ഓർത്ത് നോക്കുക. ഇപ്പോൾ നിങ്ങളെ കഷ്ടപ്പാടും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആ സമയത്ത് ഉണ്ടാവുമോ? ഇല്ലല്ലോ. എല്ലാത്തൊന്നും ഏകദേശം റിലാക്സ് ആയിട്ട് നല്ല കൂളായിട്ട് പോകാനല്ലേ എല്ലാവരും താല്പര്യപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കുമല്ലേ നമുക്ക് ജോലി കിട്ടിയതിന് ശേഷമുള്ള അവസ്ഥയും.
അതുപോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇത്ര റാങ്ക് തന്നെ ഞാൻ വാങ്ങും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കുക. അതെന്നെ കിട്ടണമെന്നൊന്നുമില്ല, എന്നാലും നമ്മളത് മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കുക. അപ്പം എല്ലാ ദിവസവും അതിങ്ങനെ മൈൻഡിലൂടെ കടന്നു പോകുമ്പം നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തും. എല്ലാ ദിവസവും നമ്മൾ പഠിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക തന്നെ ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവണം അല്ലേ. ഇതെന്നെ കൊണ്ട് പറ്റും എന്നത് മാത്രമല്ല കേട്ടോ കോൺഫിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര തോറ്റാലും ഞാൻ വീണ്ടും വീണ്ടും തിരിച്ചു വരും, ഞാൻ വിജയിക്കും എന്നൊരു വലിയ വിശ്വാസം കൂടിയാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം വീഴ്ചകളൊക്കെ വരും, ചിലപ്പോൾ തോറ്റെന്നും വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പതറല്ല വേണ്ടത്. ഇനിയും എക്സാമൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ പഠിക്കുക. ഞാൻ ഈ എക്സാം തിരിച്ചു പിടിക്കും, ഞാനൊരു ജോലി വാങ്ങും എന്നൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോവാം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച ഏതൊരു സ്വപ്നവും കീഴടക്കാൻ പറ്റും കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ LDC പോലുള്ള എക്സാമിന് നല്ല കോമ്പറ്റീഷനാണ്. പക്ഷേ അതേസമയം അഗ്രികൾച്ചർ ഓഫീസർ, LD ടൈപ്പിസ്റ്റ് ഇങ്ങനെയുള്ള എക്സാമിന് കോമ്പറ്റീഷൻ വളരെ കുറവാണല്ലേ. അപ്പോൾ കുറച്ച് മാസത്തെ കോഴ്സ് എടുത്തിട്ട് അതൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു എക്സാം മാത്രം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ കാണുള്ളൂ. ഈ LD ക്ലർക്കിൻ്റെ എക്സാം എഴുതുന്ന അത്രയും ആൾക്കാർ ഈ ഒരു എക്സാമിനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള എക്സാമിന് കുറച്ചൊക്കെ നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ഇനി അങ്ങനെയുള്ള കോഴ്സിനൊക്കെ പോകാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിനെ കൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. എന്തായാലും അങ്ങനെയുള്ള എക്സാമിനൊക്കെ കുറച്ചധികം എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും സാധിക്കും, അതുപോലെ ഒരു ജോലി വാങ്ങാനും കഴിയും. ചില ആൾക്കാർ പഠിക്കുന്നത് കണ്ടില്ലേ, അതായത് കോമ്പറ്റീഷൻ ലെവൽ കുറവുള്ള സബ്ജക്റ്റ് നോക്കിയിട്ടാണ് അവർ പഠിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേഗത്തിൽ ജോലിയും കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതായത് കൂടുതൽ കോമ്പറ്റീഷനുള്ള ജോലിക്കൊന്നും അവർ നിൽക്കില്ല, കുറച്ച് ആൾക്കാർ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളെടുത്ത് പഠിക്കും. അപ്പം അതിലൂടെ അവർ വേഗത്തിൽ ജോലിയിൽ കയറി പറ്റുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതായത് പഴയ PSC അല്ല പുതിയ PSC എന്ന് പറയുന്നത്. പണ്ട് ഡയറക്റ്റ് ചോദ്യം ചോദിക്കും, ഉത്തരം അങ്ങനെയായിരുന്നല്ലോ. ഇപ്പോൾ ചോദ്യം ചോദിച്ച് കറക്കി കുത്തി നമ്മളെ ഒരു പരിവാക്കും അവർ. ഇപ്പോൾ ഒരു 100 ക്വസ്റ്റ്യനേ ഉള്ളെങ്കിൽ പോലും 150 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ടൈം എടുക്കേണ്ടി വരും ഓരോ ക്വസ്റ്റ്യൻസിനും. നമ്മൾ അത്രയ്ക്ക് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പണ്ടത്തെ പോലെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല വരികയും ചെയ്യുന്നത് അല്ലേ, അല്ലാതെയും പുതിയ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാറുക വേണ്ടത്. PYQ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാണ്ട് അതിലെ ക്വസ്റ്റ്യൻസ് പുതിയ രീതിയിൽ എങ്ങനെയൊക്കെ ചോദിക്കുന്നു എന്നൊരറിവും കൂടി നിങ്ങൾക്ക് ഉണ്ടാവണം. അതായത് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് നമ്മളോട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്ന് കണ്ടെത്തി പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ കഴിയും. അതായത് സ്മാർട്ട് വർക്കാണ് കൂടുതൽ വേണ്ടതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്വയം മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാം. മറ്റൊരാൾക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിമിറ്റില്ലേ. മാത്രമല്ല ആ ഒരു മോട്ടിവേഷൻ നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ. അതേസമയം സ്വയം മോട്ടിവേറ്റ് ആവുകയാണെങ്കിൽ, അതായത് ഞാൻ പഠിക്കും, പഠിച്ച് ജോലി വാങ്ങും എന്നൊരു ഊർജം നിങ്ങൾ കാട്ടുവാണെങ്കിൽ എപ്പോഴും നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും. പിന്നെ നമ്മളിലേറെ പേർക്കും പറ്റുന്നൊരു കാര്യമാണ് ഈ പറയുന്ന ഞാൻ പോലും ചെയ്യുന്നതാണ്. ഇപ്പം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ വിചാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന്, പിന്നെ അതങ്ങ് മറക്കും. അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഉണ്ടാക്കി വയ്ക്കരുത്. അതായത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് കേട്ടിരിക്കാനായാലും ഇതൊക്കെ എപ്പോഴാണോ നിങ്ങൾക്ക് ചെയ്യണം തോന്നുന്നത് ആ ടൈമിൽ തന്നെ ചെയ്യുക. പിന്നീട് അതായത് വേറൊരു സമയത്തേക്ക് നിങ്ങൾ മാറ്റി വയ്ക്കരുത്. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് ആ സമയത്ത് തന്നെ എപ്പോഴാണ് നിങ്ങളത് ചിന്തിക്കുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പിന്നെ നന്നായിട്ട് പഠിക്കണമെങ്കിലും ജോലി വാങ്ങണമെങ്കിലും നമ്മൾ തന്നെ വിചാരിക്കണ്ടേ, അല്ലാതെ വേറൊരാൾ വിചാരിച്ചാൽ നമ്മൾ നന്നാവുമോ? ഇല്ലല്ലോ. നമ്മുടെ ആവശ്യമാണ് ആരെ ആശ്രയിക്കാണ്ട് ജീവിക്കുക എന്നുള്ളത്. അതിന് വേണ്ട കാര്യം ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം കാണൂല്ലേ. അതായത് സാമ്പത്തികപരമായിട്ടും ചിലപ്പോൾ ആരോഗ്യ പ്രശ്നമായിട്ടും അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഒരു പ്രശ്നവും ഇല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അതൊന്നും പഠനമായിട്ട് നിങ്ങൾ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി പാടില്ല. പ്രശ്നം വന്നാലും അത് ആ വഴിക്കങ്ങ് പോകും. അതേസമയം അതും മാത്രം നമ്മൾ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ഇല്ലാണ്ടാവുക നമുക്ക് മാത്രമാണ്. നമ്മുടെ ലൈഫ് സെറ്റിലാക്കാനാണ് നമ്മൾ ആദ്യം മുൻഗണന കൊടുക്കേണ്ടത്. നമ്മളുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലേ. ആരെങ്കിലും വന്നിട്ട് നമ്മളെ സഹായിക്കുമോ? ഇല്ലല്ലോ.
അങ്ങനെ സഹായിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നിന്ന് അങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കത്തേ ഉള്ളൂ, വേറൊന്നും നടക്കില്ല. എല്ലാ കാര്യം പോട്ട് ഇപ്പം നമുക്കൊരു എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസം വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക സാമ്പത്തികപരമായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ആളുണ്ടാവും. എല്ലാ പ്രാവശ്യവും അതുപോലെ സഹായിക്കാൻ വേണ്ടി ആളുണ്ടാവുമോ? ഇല്ലല്ലോ. ആ ഒരു പണം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയല്ലേ. അപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു റെസ്പെക്റ്റും കിട്ടുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജോലി ഇല്ലാത്തവരോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റും ജോലി ഉള്ളവരോട് കാണിക്കുന്ന റെസ്പെക്റ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ആണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മളെ പുച്ഛിക്കാനും അതായത് നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയാൻ കുറേ പേരുണ്ടാവും. എന്നാൽ അത് അങ്ങനെയല്ല, എന്നെക്കൊണ്ട് സാധിക്കും എന്ന് തിരിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അതുകൊണ്ട് ഇത്രയും നാൾ കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി അങ്ങോട്ട് എന്ത് നടക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എങ്ങനെ പഠിക്കണം, എങ്ങനെ ജോലി വാങ്ങണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പഠിച്ച് ജോലി വാങ്ങും എന്ന ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് പഠിക്കാം. പഠിക്കുമ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്കും വിജയത്തിലെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.